വലിയ ആവേശവും വലിയ ഉത്സാഹവും വലിയൊരു മുന്നേറ്റവുമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തുടർ പരിപാടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ UDFൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നാളെ എറണാകുളത്ത് AK ആൻ്റണി ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന തലത്തിലുള്ള UDF കൺവെൻഷൻ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് വളരെ തൃപ്തികരമായ നിലയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് രംഗത്ത് വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളത് പുതിയ കാര്യമല്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടതായിട്ടുള്ള ഗ്രഹപാഠങ്ങളും അതിനാവശ്യമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം ഔപചാരികമായി അതാതിൻ്റെ തലങ്ങളിൽ കൊണ്ടുവരിക എന്ന് മാത്രമാണ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. കേരളത്തിൽ പ്രത്യേക അജണ്ടയുമായി വർഗീയ അജണ്ടയുമായി കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള BJPയുടെ നീക്കം, RSSൻ്റെ നീക്കം ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള അവരുടെ ശ്രമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ചെറുത്ത് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും നെഗറ്റീവായ രാഷ്ട്രീയത്തിൻ്റെ ആളുകളല്ല. കോൺഗ്രസിനൊരു നയമുണ്ട്. കോൺഗ്രസ് എന്നും വർഗീയതയ്ക്കെതിരാണ്. കോൺഗ്രസ് എന്നും തെറ്റായ പ്രവണതകൾക്കെതിരാണ്. രാഷ്ട്രീയത്തിൽ ധാർമ്മികമായ നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക, അതാണ് എക്കാലത്തും കോൺഗ്രസ് സ്വീകരിച്ചുള്ള നയം. അതുകൊണ്ട് ആര് അതിന് എതിരെ വന്നാലും അത് ആരാണ് എന്നുള്ളത് പ്രശ്നമല്ല. അവരുടെ നയങ്ങളെ, വ്യക്തികളെന്നുള്ള നിലയിലല്ല, അവരുടെ നയങ്ങളെ, തെറ്റായ നയങ്ങൾ, പ്രത്യേകിച്ചും അമിത്ഷാ മോഡി കമ്പനി കേരളത്തിൽ അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവർ കേരളത്തിൽ പച്ച തൊടില്ല. ഇനി നിങ്ങളോട് ഒരു മിനിറ്റ്, സീറ്റുകളുടെ കാര്യത്തിലൊന്നും പ്രശ്നമുണ്ടാകില്ല. ഇനി നിങ്ങളോട് CM 2 വാക്ക്. കോൺഗ്രസും UDFും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഇവിടെ പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞു. പ്രകടന പത്രിക പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് നാളെ. എറണാകുളത്തെ സംസ്ഥാന കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആരംഭമാണ്. അരുവിക്കരയിലുണ്ടായ ജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലെ UDF പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കും. സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായിട്ടാണ് കേരളം എന്നും നിലകൊണ്ടിട്ടുള്ളത്. കേരളത്തെ വർഗീയ കൂട്ടുകെട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന് ആര് ധരിച്ചാലും അത് ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി നോക്കിയില്ലേ? 77 തിരഞ്ഞെടുപ്പിൽ അവരാരുടെ കൂടെയാണ് മത്സരിച്ചത്? അന്നത്തെ ജനസംഘത്തിൻ്റെ കൂടെ. മാർക്സിസ്റ്റ് പാർട്ടിയും ജനസംഘവും കൂടെ കൂടിയിട്ട് എന്തായി കേരളത്തിൽ? അന്നാണ് കേരളത്തിൽ ചരിത്ര വിജയമുണ്ടായത്. UDFന് 111 സീറ്റ്. കേരളത്തെ വർഗീയ കൊണ്ട് കെട്ടാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് വ്യക്തമാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ UDF പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം തരും. വന്ന ശേഷമുള്ള ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുമായുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ അടുത്ത ദിവസം ബുധനാഴ്ച UDF യോഗം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫോർമുല അത് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ UDFൻ്റെ ഒരു ശൈലിയുണ്ട്. അത് ജനാധിപത്യ പ്രവർത്തന ശൈലിയാണ്. സഹിഷ്ണുതയോടുകൂടി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഒരു ശൈലിയാണ്. അതുണ്ടാക്കും. കോൺഗ്രസ് ഒരിക്കലും വൺ പാർട്ടി മേധാവിത്വം എടുത്തിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഒരു ഘടകകക്ഷിയും ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുമില്ല. അപ്പം ഈ ഒരു പരസ്പര വിശ്വാസവും പരസ്പര ധാരണയുമാണ് UDFൻ്റെ വിജയം. അത് ഈ പ്രാവശ്യവും ആവർത്തിക്കും. ഒരു കാര്യം, അരുവിക്കര ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ അരുവിക്കരയിൽ വലിയൊരു നേട്ടം നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കണക്കിന് പോയാൽ BJP അത്തരത്തിലൊരു ആധിപത്യം നേടാൻ ശ്രമിക്കുകയില്ല, അവർക്ക് കഴിയില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും അത് സാധിക്കില്ല. ഇത് കേരളമാണ്. കേരളത്തിലെ വിഭാഗീയതയ്ക്ക് വളക്കൂറുള്ള മണ്ണല്ല, വ്യക്തമാണ്. ഞാൻ 77 ഇവിടെ പറഞ്ഞില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയും ജനസംഘവും കൂടെ കൈകോർത്തതാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെന്ന് പറഞ്ഞിട്ട്. എന്തു സംഭവിച്ചു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം ഉണ്ടായ തെരഞ്ഞെടുപ്പ് അതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒറ്റക്കെട്ടായി പ്രബല സമുദായം, അത് നമുക്ക് അവഗണിക്കാനാവാത്തൊരു ശക്തിയാണ്. ആ പ്രബല സമുദായം BJPയോടൊപ്പം പോകുന്നൊരു അവസ്ഥയാണ്. ഇവിടെ ജനങ്ങൾ നയങ്ങളെയാണ് നോക്കുന്നത്, പരിപാടികളെയാണ് നോക്കുന്നത്. ആരെങ്കിലും ഒരു തീരുമാനമെടുത്തത് കൊണ്ട് അത് അതേപടി അംഗീകരിക്കുന്ന ഒരു ശൈലി കേരളത്തിലെ ജനങ്ങൾ ഇന്നു വരെ സ്വീകരിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താ? ആ പ്രശ്നത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഭിമാനകരമായ വിജയം നേടുക എന്നുള്ളതാണ്. അതിനെതിരെ വരുന്ന ഏത് ശക്തിയെയും കോൺഗ്രസ് നേരിടും. വർഗീയത മുതലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമവും പരാജയപ്പെടുത്തിക്കൊണ്ടായിരിക്കും UDFൻ്റെ വിജയം. ഞങ്ങൾ 3 പേര് ഒന്നിച്ചു കൂടുന്നത് ഞങ്ങൾക്കോ കോൺഗ്രസിനോ UDFനോ ഒരു വാർത്തയല്ല, നിങ്ങൾക്ക് വാർത്തയായിരിക്കും. കേരളത്തിൽ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വൻപിച്ച വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇവിടെ നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും അജണ്ട നടപ്പാകാൻ പോകുന്നില്ല. കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള വളരെ വലിയ ഒരു അജണ്ടയുമായിട്ടാണ് നരേന്ദ്രമോദിയും RSSും ഇവിടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരായി കേരളത്തിലെ മതേതര ജനാധിപത്യ ശക്തികളുടെ ഏകീകരണമാണ് UDF ആഗ്രഹിക്കുന്നത്. UDF പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. നമുക്ക് വൻപിച്ച വിജയം കൈക്കൊള്ളാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. KPCC പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമാവുകയാണ്. കോൺഗ്രസിന് ഒരു വർഗീയതയോടും കോൺഗ്രസിന് മൃദു സമീപനമില്ല. വർഗീയതയ്ക്കെതിരെ ഇന്ത്യയിൽ പോരാടുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.
ഞങ്ങൾ പിന്നെ ആരെയും വ്യക്തിപരമായി ഒന്നും ആക്ഷേപിക്കാറില്ല എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ നയങ്ങളും പരിപാടികളെയും തീർച്ചയായും ശക്തമായി തന്നെ ഞങ്ങൾ വിമർശിക്കാറുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും RSSൻ്റെയും അജണ്ട നടപ്പാകാൻ പോകുന്നില്ല. അതിനെതിരെ മുഴുവൻ മതേതര വിശ്വാസികളും UDFനോടൊപ്പം അണിനിരക്കുമെന്നാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. ഒരു സംശയം, നിങ്ങൾ മൂന്ന് പേരും പറയുമ്പോഴും കൃത്യമായി നമുക്ക് തോന്നുന്ന ഒരു സംശയം, വർഗീയതക്കെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ പ്രധാന അജണ്ട എന്നുള്ളതാണ്. അതായത് BJP ആണ് നിങ്ങളുടെ മുഖ്യ ശത്രു. ഇതിനകത്ത് BJP കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. മതേതരത്വത്തിന് നേരെ BJP ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ഭീഷണി കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. പിന്നെ CPM ഞങ്ങളുടെ എതിരാളി തന്നെയാണ്, ഒരു സംശയവുമില്ല. CPMുമായ ആശയപരമായ ഭിന്നത പണ്ടുകാലം മുതലേ ഞങ്ങൾക്കുള്ളതാണ്. അവരുമായിട്ടാണ് പ്രധാന പോരാട്ടം. LDFും UDFും തമ്മിലാണ്, സംശയമൊന്നുമില്ല. മൂന്നാം മുന്നണിക്ക് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ ഇവിടെ BJP ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ കോൺഗ്രസും UDFും സ്വീകരിക്കും. മുഴുവൻ മതേതര വിശ്വാസികളെയും ഞങ്ങൾ അണിനിരത്തും. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഈ സർക്കാർ എന്തോ വായ്പ കൊടുത്തു എന്നും ഭൂരിപക്ഷത്തിനെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിനെന്താണ്? അല്ല, ഈ ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോട് ലാളനം കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രീണനം ഒരു വിഭാഗത്തോടും കാണിച്ചിട്ടില്ല. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഓരോ നടപടികൾ എടുത്തു നോക്കിയാലും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. കേരളീയ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മതേതര ജനാധിപത്യ മുന്നണി തന്നെയാണ് UDF. അതിൻ്റെ പ്രോഡക്റ്റാണ് ഈ ഗവൺമെൻറ്. ആ നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. മറ്റേതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. ആ പ്രചരണങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ മതേതര മനസ്സ് ഇല്ലാതാക്കാൻ BJP വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല, RSS വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ KPCC അധ്യക്ഷനെ അധിക്ഷേപിച്ചത് നികൃഷ്ടജീവി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷെ അതിന്റെ പുറത്ത് കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിച്ച് കണ്ടില്ല. ഇതിന് മുൻപ് അങ്ങനെ ഒരു പദപ്രയോഗം പിണറായി നടത്തിയപ്പോൾ പ്രസ്താവന അടക്കം വിളിച്ചു വരുത്തി മാധ്യമങ്ങളോട് കാണുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോയ കോൺഗ്രസ് നേതൃത്വം ഇവിടെ മൗനം പാലിക്കുന്നതാണ്. അല്ല, ആ നിലയിലേക്കുള്ള പദപ്രയോഗങ്ങൾ ഞങ്ങളാരും നടത്താറില്ല. KPCC പ്രസിഡന്റിനെ പോലെ ഉന്നതനായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്ന് അത് ചെയ്തവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് നേതാക്കന്മാർ എത്ര രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും അവർക്കെതിരെ അത്തരം പദപ്രയോഗങ്ങൾ നടത്താറില്ല, ഒരിക്കലും നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തുന്നത് ശരിയുമല്ല. അതൊക്കെ ഓരോ ആളുകളുടെയും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവരുപയോഗിക്കുന്ന ഭാഷ, അവരുപയോഗിക്കുന്ന വിശേഷണം, അവരുപയോഗിക്കുന്ന രീതി. അതുകൊണ്ട് അതൊക്കെ ആ തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർ ആ തരത്തിലുള്ള അതിനു പറ്റിയ ഭാഷ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സമീപനമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വന്നാൽ അതിനെ ഏറ്റവും ഭംഗിയായി നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുക, അതിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമായതാണ്. പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. വർഗീയ ഫാസിസത്തിനും രാഷ്ട്രീയ ഫാസിസത്തിനും എതിരായിട്ടുള്ള ഒരു വമ്പിച്ച പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF നടത്തുന്നത്. ഇതിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകും. വമ്പിച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. താങ്ക് യു. മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മൂവരും KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് മൂന്നുപേരും വ്യക്തമാക്കി. മോദി അമിത്ഷാ കൂട്ടുകെട്ട് കേരളത്തിൽ പച്ച തൊടില്ല എന്നും കേരളത്തിൻ്റെ മതേതര മനസ്സ് അതെപ്പോഴും ശക്തമാണ് അടക്കമുള്ള പ്രതികരണമാണ് നടത്തിയത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF വൻ വിജയം നേടുമെന്നും സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല, ചർച്ചകൾ അടുത്ത ദിവസം തന്നെ പരിഹരിക്കപ്പെടുമെന്നും തെരഞ്ഞെടുപ്പ് പത്രിക അടക്കം പ്രിന്റ് ചെയ്യാൻ കൊടുത്തുവെന്നും നാളെ കൊച്ചിയിലെ കൺവെൻഷനോടെ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട്.